ഹലോ അങ്ങനെ സ്വർഗവാസിൽ കണ്ടു. സിദ്ധാർത്ഥ് വിശ്വനാഥാണ് ഇതിൻ്റെ ഡയറക്ടർ, ഡെബ്യൂ ഡയറക്ടറാണ്. RJ ബാലാജിയെ കൊണ്ട് എടുക്കാൻ പറ്റാത്തൊരു റോളാണ് എടുത്തേക്കുന്നത്. ഇറ്റ് വാസ് അട്ടർ നോൺസെൻസ്. ഷരഫത്തിന് വയ്യേ, SP-യുടെ ഒരു പവർഫുൾ ക്യാരക്ടർ റോളാണ്. അതിനകത്ത് അഭിനയിച്ചേക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുത്തു. ഷരഫത്തിൻ്റെ കൂട്ട് അടുത്തൊരു മിസ്കാസ്റ്റാണ് സാനിയ അയ്യപ്പൻ. സാനിയ അയ്യപ്പൻ ആരാണ് ഈ പടത്തിലെടുത്തതെന്ന് ഒരു പിടുത്തവും ഇല്ല. 10 വയസ്സൊരു ആക്ടിംഗ് ഇല്ല സാനിയ അയ്യപ്പൻ്റെ. വെറും പൊട്ടപ്പടമായി പോയി. ഇവരൊരു ഇമോഷണൽ കണക്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എത്രത്തോളം കണക്ട് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കണക്ട് ആയിട്ടില്ല. പെർഫോമൻസ് നോക്കുവാണെങ്കിൽ സെൽവരാഘവനും ഹക്കീം ഷാ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു വില്ലനായിട്ടാണ് ഇതിനകത്ത്. ആക്ഷൻ ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും നന്നായിട്ട് അത് പൊട്രേ ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ പോസിറ്റീവായിട്ട് പറയണമെങ്കിൽ ക്രിസ്റ്റോ സേവ്യറിൻ്റെ മ്യൂസിക്കും സിനിമാറ്റോഗ്രാഫിയും നന്നായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എഡിറ്റിങ്ങും. പടത്തിൻ്റെ ലെൻസിങ്ങും കളറിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോകേഷ് കനകരാജിൻ്റെ ഒരു സെയിം സ്റ്റൈലാണ് എടുത്തേക്കുന്നത്. ഒരു ബ്ലാക്ക് ടോൺ ആണ് ഫുള്ള് പടത്തിൽ പിടിച്ചേക്കുന്നത്. ഒരു പടത്തിൻ്റെ മെയിൻ ഹീറോ എന്ന് വെച്ചാൽ കഥയാണ്. ഇതിനകത്ത് കഥയുടെ ഒരു ലെവലേഷൻ പോലും ഇല്ല. പടത്തിന്റെ പ്ലോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു പ്ലോട്ട് വേറൊരു പ്ലോട്ടിലെ കണക്ട് ചെയ്യുന്നതേ ഇല്ല. RJ ബാലാജിയുടെ ക്യാരക്ടറിനെ 2-3 ഫേസ് ആയിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ പടത്തിനകത്ത് അതിനകത്തൊരു കൺക്ലൂഷനോ ക്യാരക്ടറിന്റെ റിയൽ ഫേസ് കാണിക്കാനേ പറ്റിയിട്ടില്ല. ജയിലിൽ നടക്കുന്ന ഒരു റൈറ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓഫീസർ വരുന്നു. ആ ക്യാരക്ടറോടാണ് ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് പോയ രീതി കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രിസൺ ബ്രേക്കും ഇതേപോലുള്ള കുറേ ഹോളിവുഡ് സീരീസിൽ നിന്നൊക്കെ എടുത്ത ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതേപോലുള്ള പടങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ആവശ്യമില്ല. OTT-യിൽ എത്രയും പെട്ടെന്ന് വരും. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണാം. ഈ പടത്തിന് 5-ൽ ഒരു 1.5 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. പറ്റുമെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്ക്.